2025 നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതായത് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും വളരെ കടുത്ത പോരാട്ടങ്ങൾ നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്ഥലം കണ്ണൂര് എന്താണ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും വളരെ കടുത്ത ഒരു പോരാട്ടം നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് കണ്ണൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF ആണ്. തീർച്ചയായിട്ടും ഒരു അട്ടിമറി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? LDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? ഭരണം അട്ടിമറിക്കാൻ സാധിക്കുമോ? BJPക്ക് ഇത്തവണ ഒരു മുന്നേറ്റം കണ്ണൂരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കണക്കുകൾ, അതോടൊപ്പം തന്നെ ചില നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കണ്ണൂരിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ 2020 സംഭവിച്ച കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ 55 സീറ്റുകളാണ് കോർപ്പറേഷൻ. ഈ 55 സീറ്റുകളുടെ ടോട്ടലായിട്ട് UDFന് ലഭിച്ച സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും 34 സീറ്റുകളാണ് UDF വിജയിച്ചിരിക്കുന്നത്. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചിരിക്കുന്നത് 19 സീറ്റുകളും. BJPക്ക് 1 സീറ്റും കിട്ടി, സ്വതന്ത്രന് 1 സീറ്റും കിട്ടി. ഇതിൽ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് 20 സീറ്റ്, INC 20 സീറ്റിലും അതോടൊപ്പം തന്നെ IUML വിജയിച്ചിരിക്കുന്നത് 14 സീറ്റുകളുമാണ്. ഈ രണ്ടും കൂടെ ചേർത്താണ് 34 സീറ്റ് എന്ന് പറയുന്നത്. അതേസമയം CPIM 17 സീറ്റുകളും CPI 2 സീറ്റുകളും ചേർത്തിട്ടാണ് 19 സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ UDFനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് കൂടുതൽ, അവരായിരുന്നു കോർപ്പറേഷൻ ഭരണത്തിൽ എത്തിയതെന്ന് പറയുന്നത്. പക്ഷേ ഇത് 2025 ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കണ്ണൂരിൽ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ചില മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ UDFന് ചില സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം ആയാലും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുകയോ അല്ലെങ്കിൽ ചില സീറ്റുകൾ നേടിയെടുക്കാൻ പാകത്തിന് കാര്യങ്ങൾ മാറുകയോ ചെയ്യും. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം ആയാലും നിലവിൽ 1 സീറ്റാണ് അവർക്കുള്ളത്. പക്ഷേ ഒന്നിൽ നിന്നും അത് കൂടുതൽ കിട്ടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. അതായത് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമല്ല എങ്കിൽ പോലും ചിലപ്പോൾ അത് കുറച്ച് സീറ്റുകൾ, അതായത് 2-3 സീറ്റുകൾ അധികം നേടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം ആയാലും കുറച്ച് സീറ്റുകൾ അവർക്കും കൂടുതൽ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അതേസമയം UDFനെ സംബന്ധിച്ചിടത്തോളം INCയെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. പക്ഷേ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭരണം ആർക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണം UDFിൽ നിന്ന് നഷ്ടമാകാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് UDF ഭരണം നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലവിൽ കണ്ണൂർ കോർപ്പറേഷനിൽ കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൽ തന്നെയും UDFന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നുണ്ട് എന്നും ഈ ഒരു സർവേ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം കണക്കല്ല, കുറച്ചുകൂടി ടൈറ്റ് ഫൈറ്റിലേക്ക് ഇത്തവണ കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ളതാണ് ഈ ഒരു കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ നേടിയെടുക്കാൻ പാകത്തിനും UDFന് ചില സീറ്റുകൾ നഷ്ടമാകുന്ന തരത്തിലും BJPക്കും ചില സീറ്റുകൾ നേടിയെടുക്കാൻ പാകത്തിനുള്ള തരത്തിലും കാര്യങ്ങൾ മാറിയേക്കാം. ചിലപ്പോൾ ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാം. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFന് ഒരു നേരിയ തോതിൽ മുൻതൂക്കം കണ്ണൂർ കോർപ്പറേഷൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ
കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പാണ്, എന്ത് തരം അട്ടിമറികളും സംഭവിക്കാം, സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെയും കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു തേരോട്ടം അവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതേസമയം UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം നേടിയെടുത്ത ആ ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ അതിലുപരി, അല്ലെങ്കിൽ അത് നിലനിർത്താൻ പാകത്തിനുള്ള ഒരു നേട്ടം കൈവരിക്കാനായിട്ട് ഇത്തവണയും അവർക്ക് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം എന്തായാലും ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ നടത്താൻ സാധിക്കത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സർവേയിലൂടെ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത്? സർവേകൾ പോലെ തന്നെ UDFന് അവിടെ ഭരണം നിലനിർത്താൻ സാധിക്കുമോ? അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു പിടിക്കാൻ പാകത്തിനുള്ള ഒരു തരത്തിലുള്ള തിരഞ്ഞെടുപ്പായിട്ട് ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് മാറുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.